ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. അത് നമ്മുടെ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 10ാമത്തെ ആനിവേഴ്സറിയാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 10ാമത്തെ ആനിവേഴ്സറി എന്നല്ല പറയേണ്ടത്, കേരള ഫുട്ബോളിനെ റീബിൽഡ് ചെയ്ത ദിവസം എന്ന് തന്നെ പറയണം. ഇവിടെ കുറച്ചധികം പേരുകൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ ഒരു പേരുകൾ എന്ന് പറയുന്നത് ഇയാൻ ഹ്യൂം, നമ്മുടെ ഗോപാൽ ആശാൻ, കെർവൻസ് ബെൽഫോർട്ട്, ഡേവിഡ് ജെയിംസ്, അതുപോലെ തന്നെ കുറേയധികം പേരുകൾ, സെഡ്രിക് ഹെംബർട്ട്, സന്ദേശ് ജിങ്ങൻ, ആ ഒരു പേരുകളൊന്നും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. CK വിനീത്, നമ്മുടെ ഇവാൻ ആശാൻ തുടങ്ങിയ കുറേയധികം പേരുകൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടാത്ത മറ്റൊരു പേരുണ്ട്, സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹം കാരണമാണ് ഈ ഒരു ഫുട്ബോളിന് ഇത്രയധികം ആരാധകർ വന്നത്. സച്ചിൻ നയിക്കുന്നൊരു ക്ലബ്ബ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇത്രയധികം ആരാധകർ ഈ ഒരു ക്ലബ്ബിലേക്ക് വന്നത്. സോ ഹാൻഡ്സ് ഓഫ് ടു സച്ചിൻ. സോ ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത്? എല്ലാവർക്കും ഹാൻഡ്സ് ഓഫ്, അത്ര മാത്രമേ ഉള്ളൂ. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെന്നൈയിൻ FC യുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. ചെന്നൈയിൻ FC ലീ എർവിൻ എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് സ്ട്രൈക്കറുമായിട്ട് ഇപ്പോൾ ചർച്ചയിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ ട്രാൻസ്ഫർ മാർക്കറ്റിലും ഇപ്പോൾ ലീ എർവിൻ ചെന്നൈയിൻ FC യിലേക്ക് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ട്രാൻസ്ഫർ മാർക്കറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 70% ചാൻസസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു പ്ലെയറാണ്. റോസ് കൗണ്ടി, മദർവെൽ അങ്ങനെ തുടങ്ങിയ മികച്ച ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരമാണ്. പ്രായം ഏതാണ്ട് 30 വയസ്സാണ്. ഇപ്പോൾ ലെബനീസ് പ്രീമിയർ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ 11 മത്സരം കളിച്ചു, 7 ഗോളും 2 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഒരുപക്ഷെ ചെന്നൈയിൻ FC സൈൻ ചെയ്താൽ നല്ലൊരു സൈനിങ് തന്നെയായിരിക്കും. പക്ഷേ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് 4.8 കോടി രൂപയാണ്. അത്ര വലിയ മാർക്കറ്റ് വാല്യൂവിന് ചെന്നൈയിൻ FC സൈൻ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു സംശയം തന്നെയാണ്. സ്റ്റിൽ ഇതൊരു റൂമറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒഡീഷ FC യുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റാണ്. അത് കാർലോസ് ഡെൽഗാഡോ അവർ നിലനിർത്തിയിരിക്കുകയാണ്. വളരെ നല്ലൊരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്കറിയാം കാർലോസ് ഡെൽഗാഡോ ഒരു കൺസിസ്റ്റൻറ്റ് ഡിഫൻഡറാണ്. അദ്ദേഹം കുറേ നാളായിട്ട് വളരെ മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ്. എന്തായാലും വളരെ മികച്ചൊരു മൂവായിട്ടാണ് ഇതിനെനിക്ക് തോന്നുന്നത്. ആ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ സെർജിയോ ലൊബേറ ഒഡീഷ മാനേജ്മെൻറ്റിനോട് പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ കാർലോസ് ഡെൽഗാഡോയെ നിലനിർത്തണമെന്ന്. സോ അത് അവർ ചെയ്തിരിക്കുകയാണ്. സോ കാർലോസ് ഡെൽഗാഡോ എന്താണോ പറയുന്നത് ആ ഒരു സംഭവങ്ങളെല്ലാം ഒഡീഷ FC ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതാണ് ഒരു മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്. കോച്ചിന് എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ നടത്തി കൊടുക്കുക. സോ നമുക്കറിയാം മറ്റുള്ള മാനേജ്മെൻറ്റിനെ പോലെ അവർക്ക് വലിയ രീതിയിലുള്ള ഫാൻസ് ഇല്ല, വലിയ രീതിയിലുള്ള പൈസ വരുന്നില്ല, സ്പോൺസേഴ്സ് കുറവാണ്. എങ്കിൽ പോലും അവരുടെ ബെസ്റ്റ് അവർ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇവരൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവർ ഏത് രീതിയിൽ പ്രവർത്തിച്ചേനെയെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക.